ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്മ എന്താണ്? ഇസ്ലാം എന്ന മതം സ്വീകരിച്ചു എന്നതാണ്. ഇസ്ലാം എന്ന മതം സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും വലിയ നന്മ. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഏറ്റവും നല്ല മതം സ്വീകരിച്ചവൻ ആരുണ്ട്? വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. തന്റെ അസ്തിത്വത്തെ, തന്റെ ഇഷ്ടത്തെ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് സമർപ്പിക്കുകയും അവന് കീഴൊതുങ്ങുകയും ചെയ്യുന്ന മതമായ ഇസ്ലാം സ്വീകരിച്ചവനേക്കാൾ നല്ല മതം സ്വീകരിച്ചവൻ ആരുണ്ട്? അത് കേവലമായ ഒരു കീഴൊതുങ്ങൽ മാത്രമല്ല, പിന്നെയോ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. സൃഷ്ടിപൂജയിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ പ്രഭാഷണം ലോകത്തെ കേൾപ്പിച്ച മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ് അയാൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുകയും സൃഷ്ടാവായ അള്ളാഹുവിന് സർവസ്വവും സമർപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഉൾക്കൊള്ളുന്ന ആ അതുല്യമായ മതത്തെക്കാൾ നല്ല മതം സ്വീകരിച്ചവൻ ആരാണ് എന്നാണ്. മുഹ്സിനായ അള്ളാഹു മനുഷ്യനിൽ നിന്ന് ഇഹ്സാന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഇഹ്സാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്ന മതം സ്വീകരിക്കലാണ്. അത് എല്ലാവരുടെയും സൃഷ്ടാവായ, എല്ലാവരുടെയും നിയന്താവായ, സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന ആദർശമാണ്. രണ്ടാമത്തത്, ഏറ്റവും നന്മ നിറഞ്ഞ മഹാനായ പ്രവാചകനെ പ്രവാചകനായി അംഗീകരിച്ച് ആ പ്രവാചകന്റെ പാതയെ പിൻപറ്റലുമാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. ആരിൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഏറ്റവും നല്ല പ്രവാചകൻ. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. മഹത്തായ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഉടമയായ പ്രവാചകൻ. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ പ്രവാചകനെ ആയിരിക്കണം നിങ്ങൾ പിൻപറ്റേണ്ടത്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഇഹ്സാൻ, ഏറ്റവും ഹസനത്തായ ഉസ്വത്തുള്ള മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റലാണ്. വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. മൂന്നാമത്, സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഇഹ്സാൻ, ഏറ്റവും അഹ്സനായ ഒരു വേദഗ്രന്ഥത്തെ പിൻപറ്റുന്ന ആളുകളായി മാറുക എന്നതാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. സൂറത്തുൽ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും അഹ്സനായ ഹദീസാണ്. അതിനേക്കാൾ മുന്തിയ ഒരു ഹദീസ് വേറെയില്ല. അതിനേക്കാൾ മുന്തിയ ഒരു വർത്തമാനം ആരുടേതുമായിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വർത്തമാനമായ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് സൂറത്തുൽ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന ഏറ്റവും അഹ്സനായ പരിശുദ്ധ ഖുർആനും പിന്നീട് മഹാനായ പ്രവാചകന്റെ ചര്യയെയും നിങ്ങൾ പിൻപറ്റണം മരിക്കുന്നതിന് മുമ്പ്. അതാണ് ഇഹ്സാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും പ്രതീക്ഷിക്കുന്ന ഇഹ്സാൻ, തൗഹീദുള്ളവരാവുക, സുന്നത്ത് പിൻപറ്റുന്നവരാവുക, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ആളുകളാവുക, ഇസ്ലാം ദീനിന്റെ അനുയായികളാവുക, പ്രവാചകന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകളാവുക. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾക്ക് അനുരൂപമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായി മാറുക. കാരണം ഇന്നല്ലാഹ മുഹ്സിനുൻ, അല്ലാഹു മുഹ്സിനാണ്.
നിങ്ങളുടെ സൃഷ്ടിപ്പിനെ അവൻ നന്നാക്കി തീർത്തിരിക്കുന്നു. ഫഅഹ്സന സുവറക്കും, വളരെ നല്ല രൂപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും അഹ്സനായ തഖ്വീമിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ നന്നാക്കിയിരിക്കുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവ് അനുഗ്രഹ സമ്പൂർണനും ഉന്നതനും മഹാനുമായിരിക്കുന്നു. അങ്ങനെയുള്ള ഉന്നതനും മഹാനും ഏറ്റവും നല്ല സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതെല്ലാം നല്ലതാണ്. ഇസ്ലാമിനേക്കാൾ നല്ല മറ്റൊന്നില്ല. പരിശുദ്ധ ഖുർആനിനേക്കാൾ മുന്തിയ മറ്റൊരു വേദഗ്രന്ഥമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ മുന്തിയ മറ്റൊരു ചര്യയും മാതൃകയുമില്ല. ആ നന്മയെ പിൻപറ്റുന്ന ആളുകളായി മാറിയാൽ നിങ്ങൾ മുഹ്സിനീങ്ങളാകും. അങ്ങനെയുള്ള മുഹ്സിനീങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും, അതും മതപരമായ മേഖലയാകട്ടെ ഭൗതികമായ വിഷയങ്ങളാകട്ടെ, എല്ലാം നന്നായി ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ. രണ്ടും ഒരേ രൂപത്തിലാകുമ്പോഴാണ് മനുഷ്യന്റെ മഹത്വം പൂർത്തീകരിക്കപ്പെടുന്നത്. സ്വഭാവം നന്നാകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. മറിച്ച് മനുഷ്യന്റെ രൂപവും നാക്കാലിയുടെ സ്വഭാവവും അല്ല, അതിനേക്കാൾ മോശമായ സ്വഭാവമാണെങ്കിലോ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ രൂപം നന്നാക്കിയ അല്ലാഹു നിങ്ങളുടെ സ്വഭാവവും നന്നാക്കി തരും. നിങ്ങൾ ദുആ ചെയ്യുക. അതോടൊപ്പം ഏറ്റവും നല്ല സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട മാതൃകകളെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും. രാത്രി നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. അല്ലാഹുവേ, ഏറ്റവും നല്ല ചര്യയിലേക്ക് നീ എന്നെ വഴി നടത്തണമേ. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ. നിനക്കല്ലാതെ വേറെ ആർക്കും എന്നെ നന്നാക്കാൻ കഴിയില്ല റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം. ഏറ്റവും സമ്പൂർണ്ണ ഈമാനിന്റെ ഉടമ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നിങ്ങളിൽ ഏറ്റവും മാന്യൻ തന്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനുമാണ്. എത്ര നല്ല വാചകമാണത്. സത്യവിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് സ്വഭാവം നന്മയായി തീരുമ്പോഴാണ്. സത്യവിശ്വാസത്തിന്റെ ഉന്നതമായ മൂല്യം കാണേണ്ടത് അവനവന്റെ കുടുംബത്തിലും കുടുംബത്തോടുള്ള പെരുമാറ്റത്തിലുമാണ് എന്ന് പഠിപ്പിക്കുന്ന ഉന്നതമായ ആദർശമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു നല്ല വ്യക്തിയാണ് ഒരു നല്ല വിശ്വാസി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.